ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആയുർവേദത്തിൽ പൈശാചികമായ ബുദ്ധിമുട്ടുകൾക്കും അതുപോലെ മാനസിക രോഗങ്ങൾക്കും ചികിത്സിക്കുന്ന ചില ഔഷധങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഔഷധത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മഹാപൈശാചിക ഘൃതം എന്നാണ് ഈ ഔഷധത്തിൻ്റെ പേര് പോലെ തന്നെ പൈശാചികമായിട്ടുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്കും പ്രത്യേകിച്ച് മാനസിക രോഗങ്ങൾക്കൊക്കെ വളരെ വിശേഷ ഫലം നൽകുന്ന ഒരു ഔഷധമാണ് ഈ മഹാപൈശാചിക ഘൃതം. ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതുപോലെ അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആയുർവേദ മരുന്നുകളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇനി ഇതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചില ആയുർവേദ മരുന്നുകളെ നമുക്ക് പരിചയപ്പെടാം. ജടാമാഞ്ചി, കടുക്ക, നായ്ക്കൃണപ്പരിപ്പ്, ഓരിലത്താമര, വയമ്പ്, ബ്രഹ്മി, കച്ചോലം, മല്ലി, ശംഖുപുഷ്പം, കർളകം തുടങ്ങിയവയൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ചേരുവകൾ. ഇനി ഇതിൻ്റെ ചില പ്രധാന ഗുണങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. മുമ്പ് പറഞ്ഞ പോലെ പൈശാചിക ഉദരങ്ങൾക്ക് ഒരു വിശേഷപ്പെട്ട ഔഷധമാണ് ഈ മഹാപൈശാചിക ഘൃതം. പൈശാചികമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്കിടയിൽ രണ്ട് അഭിപ്രായം ഉണ്ടാവും. അങ്ങനെ ഒന്നില്ല എന്നും അങ്ങനെ ഉണ്ടെന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്നിരുന്നാലും ആയുർവേദ അടിസ്ഥാനത്തിൽ പൈശാചികമായ രോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അവയ്ക്കുള്ള പ്രതിവിധികളെക്കുറിച്ചും പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് ഈ ഔഷധം. മറ്റ് പല രീതികളുണ്ട്, പ്രത്യേകിച്ച് മന്ത്രം പ്രയോഗിക്കുക അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഔഷധങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ മഹാപൈശാചിക ഘൃതം. അതുപോലെ മാനസിക അസ്വസ്ഥതകൾ, അകാരണമായിട്ടുണ്ടാകുന്ന ഭയം, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, രാത്രിയിൽ ഞെട്ടി ഉണരുന്ന അവസ്ഥ, അതുപോലെ രാത്രിയിൽ അകാരണമായിട്ട് ഉണ്ടാകുന്ന പല്ലുകടി തുടങ്ങിയവയ്ക്കും ഈ ഔഷധം ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഉന്മാദം, അപസ്മാരം തുടങ്ങിയ രോഗങ്ങൾക്കും ഈ ഔഷധം ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ആയുർവേദ മരുന്നുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു വൈദ്യ നിർദ്ദേശത്തിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉപയോഗ രീതി രാവിലെയും വൈകുന്നേരവും വെറും വയറ്റിൽ ചൂടുവെള്ളത്തിലോ പാലിലോ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്.